ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കൗൺസിലിംഗ് സെഷനിൽ വന്ന ഒരു ചോദ്യം, ഒരു ഫെമിനൈൻ എനർജി ചോദിച്ച ഒരു ചോദ്യം, മേ ബി അതിവിടെ ഒത്തിരി പേർക്ക് ഡൗട്ട് കാണും. അതിൻ്റെ ഒരു ആൻസർ ഇങ്ങനെ തരണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ ആള് ചോദിച്ചത് ട്വിൻ ഫ്ലെയിം ജേണിയിലാണ്, എന്തെങ്കിലും പഴയ പോലെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ, അതായിരുന്നു ഒരു ചോദ്യം. അപ്പോൾ ഇതിനുള്ള ആൻസർ ആക്ച്വലി പഴയ പോലെ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾക്കൊരു 3D ലെവലിൽ ഓവർ ഗിവിങ്ങിൽ സപ്രസ്ഡ് ഇമോഷൻസിൽ ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയെ കുറച്ചുകൂടെ ഒന്ന് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പം നമ്മളുടെ ഇങ് ആൻഡ് യാങ് എനർജീനെ ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇവിടെ അൾട്ടിമേറ്റ്ലി വർക്ക് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ എനർജി ബാലൻസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വൈബ്രേഷൻ കൂടും. ആൻഡ് ആ ഒരു വൈബ്രേഷൻ്റെ അനുസരിച്ച് നമ്മളൊരു സോൾ ലെവലിലുള്ള കാര്യങ്ങളിലേക്ക് ആക്സസ് ചെയ്യും. അതായത് ഒരു ഹയർ കോൺഷ്യസ്നെസ് എന്ന് പറയും. ഈ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിൽ വരുമ്പോൾ ഒരിക്കലും നമ്മൾക്ക് ഒരു 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഒരു ഡിസ്ട്രോട്ടഡ് എനർജിയിൽ നിന്ന് ഒരിക്കലും നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമ്മൾ ലീഡ് ചെയ്യുന്നത്, നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അതൊരു എർത്തി വേയിലാണ്. ബോഡി എന്ന് പറയുന്ന ഈ ഒരു വെസലിലായത് കൊണ്ട് തന്നെ നമ്മൾ 5Dയിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിനെ നമ്മളുടെ 3D ലൈഫിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് ഒരു ഡിവൈൻ കോൺഷ്യസ്നെസ്സിൽ ജീവിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിവൈൻ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്? പഴയതിനേക്കാളും ഒരു പീസ്ഫുൾ എനർജി എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് അവേക്കനിങ്ങിന് മുമ്പുള്ള ഒരു ലൈഫിനേക്കാളും ഒരു പീസ്ഫുൾ എനർജിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. കാരണം വർക്ക് ചെയ്ത് വരുമ്പോൾ നമ്മളുടെ ഉള്ളിലെ ഇങ് യാങ് എനർജീനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ DM ആൻഡ് DF എനർജി എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലെ ശിവ ആൻഡ് ശക്തി എനർജീസിനെ നമ്മൾ ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു ഇന്നർ യൂണിയൻ സ്റ്റേറ്റിലേക്ക് വരും. ഈ ഒരു സ്റ്റേജിൽ ഒരു ഡിവൈൻ ഫെമിനൈൻ വന്ന് കഴിയുമ്പോഴത്തേക്ക്, ഇവിടെ ഓൾറെഡി ഡിസ്ട്രോട്ടഡ് ഫെമിനൈനിൽ നിന്നും ഡിവൈൻ ഫെമിനൈനായി, ആൻഡ് ഈ ഒരു എനർജറ്റിക്കൽ വേയിൽ വന്ന് കഴിയുമ്പം അവർ എല്ലായ്പ്പോഴും അവരുടെ പീസിനെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അതായത് അവരുടെ ആ ഒരു പീസിനെ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിന് എഫക്റ്റ് വരുന്ന ഒരു കാര്യവും, അത് ഈവൻ ഫിനാൻഷ്യൽ ഡിസിഷൻസ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, ഈവൻ അവരുടെ കൗണ്ടർ പാർട്ടിൻ്റെ കാര്യത്തിൽ പോലും അത്രയും സ്ട്രെയിറ്റ് അവേ ഒരു ബോർഡർ ലൈൻ വെച്ചിട്ട് അവരുടെ പീസിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഹയർ കോൺഷ്യസ്നെസ്സിൽ ജീവിക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ശക്തിയുടെ എനർജിയായ ഡിവൈൻ ഫെമിനൈനിലുണ്ട്. അപ്പം ഇത് മനസ്സിലാക്കുക, ഹീലിംഗിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു. Blessings.